അതെ, എല്ലാവരും എന്നോട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അല്ല ചങ്ങായി ഒരു വ്ളോഗൊക്കെ തുടങ്ങിയിട്ട് ഇടയ്ക്കൊക്കെ ഒരു വ്ളോഗ് കിട്ടൂടെ? അപ്പൊക്കെ മനസ്സിലായി എല്ലാവരും എൻ്റെ വ്ളോഗ് കാണുന്നുണ്ട്, കുറച്ചെങ്കിലും കുറച്ച് ആൾക്കാർ കാണുന്നുണ്ടെന്നൊക്കെ മനസ്സിലായി. അത് പ്രമാണിച്ചിട്ട് ഞാനും വിചാരിച്ച് ഒരു ട്രിപ്പ് അങ്ങോട്ട് പോവാന്ന്. അത് എങ്ങോട്ടായിരിക്കും അത് അപ്പം തന്നെ പറയണില്ല. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ട് വീഡിയോ ഇട്ടവരൊക്കെ ഒന്ന് പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്ന് നമ്മളെ ഇക്കാക്കയും ഫാഹിമും ഞാനും എല്ലാവരും കൂടെ കൂടിയിട്ട് ട്രിപ്പ് പോകാൻ വേണ്ടി പോണ്. അത് എവിടേക്കാന്ന് വെച്ചാൽ അത് വളരെ സർപ്രൈസിങ് ആണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല, ഈ വ്ളോഗ് തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ഞാൻ എവിടേക്കാണ് പോകണമെന്നുള്ളത്. എന്നെ അടുത്തവരുടെ എല്ലാവരും പറഞ്ഞിട്ട് ഇഞ്ഞിച്ച് മേലാൻ അങ്ങോട്ട് പോയിരുന്നു അറിയിക്കട്, പക്ഷെ ഞാനങ്ങോട്ട് പോണില്ല. നമ്മൾ വേറെ വഴിയാണ് പോണത്. അപ്പോൾ എന്തായാലും തുടരെ കാണാം. ഇതെൻ്റെ ഷർട്ടല്ല കേട്ടോ, ഇക്കാക്കാൻ്റെ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ സെറ്റായിട്ട് ഇങ്ങനെ നിൽക്കണം. സമയം ഇപ്പോൾ രാവിലെ 5 മണിക്ക് നീച്ചിട്ട് ഇപ്പോഴും അവർ റെഡി ആയിട്ടില്ല, ഞാൻ റെഡി ആയിട്ട് ഇങ്ങനെ കാത്തിക്കണം. അപ്പോൾ തന്നെ ഫായ്മോട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഇനി കാണാം. സാധനമൊക്കെ അവിടെ പാക്ക് ചെയ്ത് വെച്ചിരിക്കണം. ഇത് കുട്ടിക്കുള്ള സാധനങ്ങളാണ്. മുഹമ്മദ്, നമ്മളെ വീട്ടിൽ പുതിയൊരാളും കൂടെ വന്നിട്ടുണ്ട്. കാക്ക് പുതിയൊരു കുട്ടിയായിക്കാണ്, സെയിൻ അഹമ്മദ് എന്നാണ് കുട്ടീൻ്റെ പേര്. പോകാൻ ഞാൻ കാണിച്ചു തരാം. സമാനുണ്ട്, സനൂഫുണ്ട്, ഫൈസി ഉണ്ട്, എല്ലാവരും ഉണ്ട്. കാണാം തുടരെ കാണാം. അപ്പോൾ എൻ്റെ സാധനങ്ങളൊക്കെ ഇപ്രാവശ്യം ഞാൻ എന്തായാലും കവറിലാണ് കൊണ്ടുപോകുന്നത്. ഞാൻ അവിടെ പോയിട്ടാണ് പോണത്. ഇപ്പം ഞാൻ കിടന്ന അലങ്കോലാണ് ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും ഈ ടീഷർട്ടൊക്കെ കണ്ടാണ് ഈ അവിടെ പോയാൽ വല്ല ചിത്തറി എടാ ജിൻ്റെ ടീഷർട്ട് ഇട്ടൊക്കെ ചോദിക്കും. അപ്പോൾ എന്തായാലും ബാക്കി അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ അവരൊക്കെ ഞാൻ കാണിച്ചു തരാം. അവരൊക്കെ ഇപ്പോൾ കുറച്ച് ഞാൻ വരും. എന്നിട്ട് നമ്മളെ പടക്കുതിരാണ് കിടക്കണതില്ലേ, നമ്മളെ ധൂമജാലാണ് കിടക്കുന്നത്. രാവിലത്തെ സൗണ്ട് കണ്ട കിളികളെ, നല്ല സൗണ്ടാണ്. ഇതിൻ്റെ അത്ര ബ്യൂട്ടി ഇനി എവിടെ പോയാലും കിട്ടില്ല. അതാണ് നമ്മളെ വീട്. നമ്മളെ വീടാണ് നമ്മളെ ഏറ്റവും വലിയ സ്വർഗം അല്ലേ, സത്യം. അപ്പം അത് പറഞ്ഞ് നമ്മൾ ട്രിപ്പ് പോകാതിരിക്കാൻ പാടില്ല. എന്തായാലും നമ്മൾ പോയിട്ട് വരാം. അപ്പോൾ നമ്മളെ പടക്കുതിര നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചിരിക്കണം. മറ്റേ പണിക്കോട് ആൾക്കാർ പണിക്കോട് രൂപത്തിൽ ഞാൻ പോകണ കേട്ടോ. അപ്പോൾ എന്തായാലും നിറച്ച് സാധനങ്ങൾ, എൻ്റെ സാധനങ്ങളുണ്ട്. എൻ്റെ സാധനങ്ങൾ വേണ്ട വണ്ടി ബാഗിലുണ്ട്, അതാ എടുക്കും നമ്മളെ വണ്ടി. സൂപ്പർ സ്റ്റാർ. ഹലോ ഗായ്സ്, ആരാണ് ഇപ്പം ഈ വണ്ടി ഇരിക്കണത്? അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു? ഷേനാത്താൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു. ഷേനാബീസ് ഹോം ധരിക്കും നമ്മളെ കൊച്ചു ചെറുക്കാൻ. ഇതാണ് നമ്മളെ വീട്ടിലത്തെ പുതിയ മെമ്പർ. നമ്മൾ ആ വണ്ടിയിലാട്ടോ പോണത്, ആ കാണുന്ന വണ്ടിയിൽ നമ്മൾ പോണത്. യെസ്, എവിടേക്കാണ് നമ്മൾ പോണത്? എവിടേക്കാണ് പോണത്? പറഞ്ഞു. വെൽക്കം ടു ഊട്ടി. യെസ് ഗൈസ്, 5 നടക്കണം. നമ്മളെ സാധനമൊക്കെ ഇതിൽ നിന്ന് എടുത്തിട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. സോ ഇതാണ് എൻ്റെ വീട്ടിലെ പുതിയ ഗസ്റ്റ് കൊച്ചു ചേർക്കാൻ. സാധനങ്ങളൊക്കെ എടുത്തേക്കണ ഓരോരുത്തർ. അതവർ 3 അവിടെ കയറുന്ന പറഞ്ഞത് ഇവർ. ഹായ് ഫായം. അവനോടെ അവനെ കാണുന്ന കൂടെ ഇല്ല. ഒരാൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഹായ്. ഇതാണ് നമ്മളെ ഷേനാബിൻ്റെ ഇവിടെ ഇട്ടാ നരിക്കുട്ടി വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി പോണല്ലേ. നരിക്കുട്ടി വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി പോണത്. കൊച്ചു ചേർക്കത്തെ, അതാണ് കൊച്ചു ചേർക്കൻ, ഞങ്ങളെ വീട്ടിലത്തെ കൊച്ചു ചേർക്കൻ. നമ്മളെ വണ്ടിയിൽ ഇവിടെ ഇട്ടിരിക്കുന്നു. ഇതിലാണ് നമ്മൾ എല്ലാവരും കൂടെ ഇവിടം വരെ വന്നത് കേട്ടോ. ഒരു വല്ലാത്ത യാത്രയായിരുന്നത്, പറയാല്ലേ. ഒരു 1.5 യാത്രയായിരുന്നു. ഛർദ്ദിക്കാനൊക്കെ വന്നു. യാത്ര തുടങ്ങുന്നുള്ളൂ, പക്ഷെ നമ്മൾ ഇവിടെ വരെ വന്നത് ഇതിലാണ്. ഇതാണ് നമ്മളെ ബ്രദർ, അങ്ങ് ദുബായിൽ നിന്ന് വന്ന ബ്രദറാണ്. യെസ്. എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? എത്ര ദിവസമായി ഇപ്പൊ നാട്ടിൽ വന്നിട്ട്? 25 ഡേയ്സ്. പക്ഷെ ഇന്നാണ് നമ്മളെ വ്ളോഗിൽ വരുന്നത്. അല്ല, എല്ലാ ഷൂ ഒക്കെ അഡിഡാസിന്റെ ഷൂ ഇട്ടിട്ടുള്ള കേട്ടാ. കൊച്ചേർക്ക എന്താ നമ്മളെ കൊച്ചേർക്ക എന്റെ സാധനം ഇരിക്കണതാ. അപ്പൊ തുടരെ കാണാം. അയ്യോടെ പൈസ ഇട്ടരാ. അപ്പൊ ഇതാണ് എൻ്റെ വീട്ടിലത്തെ പുതിയ മെമ്പർ, മുഹമ്മദ് സെയിൻ അഹമ്മദ് എന്നാണ് പേര് കേട്ടോ. അഹമ്മദ് സെയിൻ. ബായ് കാണിച്ചു. ബായ്. അപ്പോൾ ഞങ്ങൾ പോയത് ഷേനാബിൻ്റെ വീട്ടിലാണ്. ഷേനാബിൻ്റെ വീട് ഇതാണ്. ഷേനാബിൻ്റെ വീട് കാണിച്ചു. ഹായ്.
എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്ത് വിശേഷം, നല്ല വിശക്കുണ്ട്. ഞാൻ രാവിലെ 2 പൊറോട്ട തിന്നത്, സാധാരണ 3 പൊറോട്ട തിന്നത്. അപ്പൊ എന്തെങ്കിലും ഇനി ബൈക്കിന്ന് ലൂസ് മോഷൻ ആവശ്യമിട്ട് 2 പൊറോട്ട അപ്പൊ നോക്കുമ്പോ ഭയങ്കര വിശപ്പ്. അതെല്ലാം പഴം പിടിച്ചു. ഇനി വേറെ 2 ചോദ്യങ്ങൾ ചോദിക്കാണ്ട്. ഇപ്പൊ നമ്മൾ പോണത് ഊട്ടിക്കാണ്. ഊട്ടി, വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. അങ്ങനെയാണ് നമ്മളതിന്റെ പൊതുവെ നമ്മൾ പറയുന്ന ഒരു ഡയലോഗാണ് അല്ല ആണ്. പക്ഷെ ഊട്ടിക്ക് മുന്നേ എപ്പോഴെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ട്? എന്താണ് എക്സ്പെക്ടേഷൻ? ഊട്ടിക്ക് ഒരു ചെറുപ്പത്തിൽ ഒരു 15 വയസ്സാകുമ്പോ പോയിട്ട്, 15 വയസ്സാകുമ്പോ ഞാൻ ഉപ്പാനെ വെട്ടിച്ചിട്ട് ബാക്കിൽ നിന്ന് ഷെഡ് ഉണ്ടായിരുന്നു വണ്ടിന്റെ. ഞാൻ അടുത്ത് പതുക്കെ ഉന്തിട്ട് പുറത്ത് കടിച്ചു വണ്ടി. എന്നിട്ട് അയിമ പോയി ഊട്ടിക്ക്. അന്ന് ലൈസൻസ് പോലും ഇല്ല. കാവ്യ ഉണ്ടോ വണ്ടിക്ക്? അത് ഏതേത് വണ്ടി എന്നുള്ളത് പറയണോ? എന്റെ വണ്ടി അതേന്ന് പറയണോ? വണ്ടി പറയാ, പിന്നെ പറയാ. ഒരു വണ്ടിയാണ്, ഒരു വണ്ടി. അതാണ് ഒരു വണ്ടി മനസ്സിലാക്കാനുള്ള കഴിവുള്ള സൈക്കിൾ. അപ്പൊ എനിവേ നമ്മളെ യാത്ര ഇങ്ങനെ അടിപൊളിയാവുമെന്ന് വിചാരിക്കണ്. സത്യത്തിൽ ഇത്രയും നേരം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട്? വണ്ടി ചെറുതായതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ വണ്ടിയൊക്കെ മാറ്റിയില്ല. വണ്ടി നല്ല ദമ്മ് വണ്ടി കിട്ടിയിട്ടുണ്ട്. അതെ, ഒന്ന് പറഞ്ഞിട്ട് ടയർ തന്നെ കണ്ടാ മതി, വേറെ ഒന്നും കാണണ്ട. തകർക്കാൻ പോണേ വണ്ടി, തകർക്കാനല്ല. ഈ വീഡിയോ എന്റെ വണ്ടി തകർക്കുക. അപ്പൊ ഈ താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് തുടരെ വിശപ്പ് സഹിക്കാൻ വയ്യ. എന്താ ചെയ്യാ, നല്ല പഴുത്ത പഴം കഴിക്കാൻ പറ്റില്ല. ഇവിടുന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ എനിവേ നമുക്ക് നമ്മളെ തുടരെ നമ്മളെ വീഡിയോ കാണാം. ബാക്കിൽ നിന്ന് നമ്മൾ ഷേനാബിൻ്റെ വീഡിയോ കാണിച്ചു തരാം. ആരാണ് ഷേനാബി എന്ന് ചോദിക്കട്ടെ. ഖത്തറിലുണ്ടായിരുന്ന സമയത്ത് എത്താത്തവൻ്റെ ഫ്രണ്ടാണ് ഷേനാബി. ഷേനാബി നല്ല ഷെഫാണ്, നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കും. എനിക്കതാണ് പ്രത്യേകം പറയാനുള്ളത്. നല്ല ബിരിയാണി, നല്ല അടിപൊളി ബിരിയാണി. അതായത് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കും, നല്ല ടേസ്റ്റിയ ചെമ്മീൻ ബിരിയാണി. അതാണ് എനിക്ക് ഷേനാബി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന സാധനം. വേറെ ഒക്കെ എന്താണെന്ന് അറിയില്ല. വേറെ തൻ്റെ ഫ്രണ്ടാണ്. ബാക്കി ക്വാളിറ്റീസൊക്കെ തന്നു പറഞ്ഞത്. അപ്പോൾ ബൈ. ഓക്കെ, റെഡി, തുടങ്ങല്ലേ? ഇപ്പോഴാണ് ട്രിപ്പ് സത്യം പറഞ്ഞ സ്റ്റാർട്ട്. എത്ര സമയം എന്ന് പറയാൻ നമുക്ക് ഛർദിക്കാൻ വരെ തുടങ്ങി. ഇരുന്നിട്ട് പറ്റില്ലേ? കുറച്ചുകൂടെ ഫ്രണ്ടേക്ക് ഇട്. ഡബിളല്ല, നമ്മള് റബ്ബർ അടിക്കണത് കാണാൻ വേണ്ടി പോട്ടെ. തൊട്ട് ബാക്കിൽ മൊത്തം റബ്ബറാണ്. റബ്ബറിന്റെ തോട്ടം കണ്ടപ്പോ നമ്മള് അവിടെ പോയിട്ട് കാണാൻ വേണ്ടി പോണ്. ചേർന്നിക്കണത് നിലമ്പൂർ ഒരു ഇതിന്റെ ഉള്ളിലാണ്, ഗ്രാമപ്രദേശത്തിലാണ് നമ്മള്. അവളിപ്പോ റബ്ബർ അടിക്കണത് കാണാൻ വേണ്ടി പോണ്. സോ എവിടെ കുട്ടിനെ എടുക്കണ ഇല്ല നിഗൂഢമായ സ്ഥലത്താണ് നമ്മൾ. അതെ, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവിടെ എഴുതിച്ച് കണ്ടില്ലേ? എഴുതിച്ച് റബ്ബർ അടിക്കണം. റബ്ബറാ, നമ്മള് തിരൂരാണ്. അവിടെ ഒന്നും റബ്ബർ ഇല്ല. ഇതാണ് റബ്ബർ. ഇത് ആദ്യമായിട്ടാ കണ്ടു, ഫസ്റ്റ് ടൈം ആണ് നിങ്ങള്. ഇത് എങ്ങനെയാണ്? ഇത് ഇങ്ങനെ എടുത്തിട്ട് കട്ടാക്കല, പാലെടുത്തിട്ട് ബ്ലോഗർ തീരെ ശരിയില്ല. ബ്ലോഗറാണ് ഇവര്, അറിയോ? ഞാൻ നിങ്ങളെ വ്ളോഗ് കണ്ടിട്ടില്ലാന്ന്. ഇതൊന്നും നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഇപ്പുറത്തേക്ക് ക്യാമറന്റെ ഇപ്പുറത്തെ സൈഡ് നോക്കി, അപ്പോഴേക്ക് പറയാൻ പറ്റും. ഞാൻ അങ്ങനെ ചോദിക്കുമ്പോൾ ഉത്തരങ്ങൾ പറയാം. അത് വെള്ളമാണ്, പാലല്ല. ഇത് വെള്ളമാണ്. പാല് അങ്ങനെ ആക്കി കഴിഞ്ഞാല് അപ്പത്തേക്ക് ഇങ്ങനെ കട്ടാവൂലേ? എന്നിട്ട് ഇതില് വെച്ചിട്ട് ഡെമോക്ക് വേണ്ടി ഇത് ഇനി ഉണങ്ങാൻ വേണ്ടിട്ട് കാത്തിക്കാണ്ട് അങ്ങോട്ട് എടുത്താ വീഡിയോ കൊണ്ടെടുത്താ. ഇതൊക്കെ റബ്ബറുകളാണ്. റബ്ബർ ഉറപ്പുണ്ട് കേട്ടോ. അപ്പോൾ കൂടെ നമ്മളിങ്ങനെ പറയണത്, നമ്മളിപ്പോൾ ഊട്ടിക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നു. ഹലോ റൈസ് ഇവിടെ കാണിക്ക്. എന്താ നമ്മൾ കഴിക്കാൻ പോണത്? നെയ്ച്ചോറും ചിക്കൻ കറിയും. ഒരു കാര്യം ഞങ്ങൾ കണ്ടു. അപ്പൊ ചോദിച്ചു നോക്കുമ്പോൾ 2 കുട്ടികളുണ്ട്. ഒരു കുട്ടിയോട് അപ്പൊ ഇതിന് നല്ല ഇഷ്ടമായി. അത് വീണ്ടും കാണാൻ വേണ്ടിട്ട് ഈ ബസ് സ്റ്റോപ്പിൽ പോയി കണ്ടില്ല. ഇതാണ് നമ്മളെ ഫേമസ് ആയിട്ടുള്ള നമ്മളെ സ്വന്തം തട്ടുകട, തട്ട് നെയ്ച്ചോറ്. എന്റെ പേര് ഫിറോസ്. നമ്മുടെ പേര് ഫിറോസ്. അപ്പൊ ഇതാണ് നമ്മളെ ഫിറോസ് ഖാന്റെ തട്ടുകട കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ നെയ്ച്ചോറൊക്കെ കഴിച്ച് അടിപൊളി നെയ്ച്ചോറ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.
അപ്പൊ ഇൻഷാല്ല നമ്മളിഞ്ഞ് തിരിച്ചു വരുമ്പോ വരണ്ടേ. ഇതെവിടെ സ്ഥലം? എടക്കര ഗവൺമെന്റ് സ്കൂളിന്റെ ഗ്രൗണ്ടിന് സമീപം. അപ്പൊ ഇൻഷാല്ല നമ്മൾ വരുമ്പോ ഇഞ്ഞ് വരാം. അതായത് എടക്കര കരുളായി റോഡ് ബൈപ്പാസ്. എടക്കര പാലം തിരിഞ്ഞ് ബസ്സിൽ കരുളായി റോഡിന് തിരിയാ. അവിടുന്ന് എടക്കര റോഡിന് ഒരു 20 മീറ്റർ. ഓക്കെ. എന്തൊക്കെ ഷിബറാക്കനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചുരം നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കട്ടെ. നമ്മളിപ്പോ ഏത് ചുരം കയറണ്ടേ? ഗൂഡല്ലൂർ ചുരം, നാടുകാണി ചുരം നമ്മളിപ്പോ കയറിക്കൊണ്ടിരിക്കണത്. ഗായ്സ്, ചിലപ്പോൾ നമ്മൾ ആനന്നെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം ഞാൻ അതേപോലെ ട്രിപ്പ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാനും സായിസും ശ്രീരാഗൊക്കെ വരുന്ന അന്തോട്ടരൊക്കെ വരുന്ന സമയത്ത് ആന ഉണ്ടായിരുന്നു. അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു ആന ഇങ്ങനെ മുമ്പിൽ കയറ്റി ഇങ്ങനെ പറിച്ചു നിന്നുണ്ടായിരുന്നു. അതെ, ഫിനിഷ് ആക്കിയിട്ട് വർക്ക് എടുത്തിട്ടുണ്ട്. അയാള് ഫുൾ എക്സൈറ്റ്മെന്റിലാട്ടാ. എന്താണ് ഊട്ടി കാണുന്ന സന്തോഷത്തിലാണ്. നടിക്കുന്ന വ്യൂ കണ്ടുകൊണ്ടിരിക്കട്ടെ. ഏതാ വ്യൂ എന്നറിയോ? ഏതാ വ്യൂല് നടിയിരിക്കണ വ്യൂ നോക്ക്. ഏതാ രസം അറിയോ കാണാൻ? ഭയങ്കര വ്യൂ ഉണ്ട് കേട്ടോ. ഒരുപാട് പ്രാവശ്യം കാണിച്ചതാണ്. നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു. ഫായും നമ്മളെ അത്ര രണ്ടാമത്തെ എക്സ്പീരിയൻസ് നമ്മള്. ഇതാണ് നാടുകാണി ചുരം. സൂപ്പർ ചുരം, നല്ല ഫിനിഷിംഗ്. റോഡൊക്കെ കൊറേ താത്തമാരാ നിക്കുന്നവിടെ. ആരനെ കാണാൻ പറ്റില്ല. അത് സരൂപ ആരനെ നമ്മൾ ചിലപ്പോ ഈ സമയത്ത് കാണാൻ വളരെ ചാൻസ് കുറവാണ്. ഫൈവ് ഇങ്ങനെ നിശബ്ദമായിട്ടിരിക്കണം. എന്ത് പറ്റി മാൻ? അതെ, ഇങ്ങനെ എടുക്ക്, ഇങ്ങനെ നേരെ മലന്റെ ഏറ്റവും മേലെ വെറുതെ നമ്മളെ ടൈം വീട്ടിൽ നിന്ന് കറന്നു. കർമ്മറോഡ് എന്തൊക്കെ കാണിട്ട് കാണിച്ചു നമ്മള് വീടെടുത്തിട്ട് പൊതുവെ ഇവിടെ ഭയങ്കര തണുപ്പാ. ഇവിടുന്നാണ് തണുപ്പ് കണ്ട് തുടങ്ങുക. തണുപ്പോട് തണുപ്പായിരിക്കും. ലൂക്കാലിസ് വരെയുള്ള മുമ്പിൽ എത്തിയിരിക്കും ഞങ്ങൾ. ലൂക്കാലിസ് എന്താണ്? യൂക്കലേസ്. ഒരു ടീ കടിച്ചാ പ്രമാദം. പ്രമാദമായ ഫ്രണ്ടിൽ പോണിക്കേ എവിടെ എല്ലാരും കടവുളെ തമ്പി ധനുഷ് എവിടെ? ഇത് ധനുഷ് മട്ടുള്ള അപ്പൊ നമ്മളിവിടെ ഇറങ്ങിട്ടോ. നമ്മൾ കുറച്ച് മലയാളത്തിൽ സംസാരിക്കാം. നെയ്യേ. അപ്പൊ നമ്മള് കൊറേ നേരം നമ്മൾ തമിഴിൽ ഇങ്ങനെ പേസിട്ടുണ്ടെങ്കിൽ പേസിക്കൊണ്ടിരിക്കണം. അപ്പൊ മാറ്റിയിടുമ്പോ മലയാളത്തിൽ ഉണ്ടാക്കിട്ടാ. ആ മച്ചാ ഇത് 11 ഇടോ ഇങ്ങ വരിക. അപ്പൊ അതെല്ലാം ഒഴിവാക്കി നമ്മൾ പേസിട്ട് മാത്രം. ഓക്കെ, ഞാൻ ഇവിടെ വരുന്നത് 12 തമിഴ്. എവറി ടൈം തീറ്റിതാ നമ്മളെ പൊണ്ടാട്ടി சொல்லுது ஷான்னு கூப்பிடுதா. அப்ப நான் சொன்னேன் என்னம்மா
നിങ്ങ എന്നാ ഇവര് ഓടിക്കും നമ്മളെ ഓഫാക്കല്ലേ ഓഫാക്കി ചിരിക്കുന്നു പിന്നെ ചാട്ടായിട്ടില്ലല്ലോ ആകെ പ്രശ്നം കളയും ഈ സാധനം പിടിച്ച് കാട്ട് നിങ്ങ ഇവരെല്ലാം സുത്തി കാണണോ അന്ത പക്കത്തില് ആൾക്ക് ഊറൊക്കെ സുത്തി കാണിച്ചു കൊടുക്കാം അഥവാ അയ്യോ ഇതൊക്കെ വന്നിരിക്കേ വണ്ടി വണ്ടി ബാഗാർക്കല്ല ഇനി വേറെന്തെങ്കിലും പറയാനുണ്ടാ അല്ല ടയറെല്ലാം നല്ല പ്രമാദമാർക്ക് ഉള്ളക്കത്തിലെ ചിക്കനായിരിക്കുന്നത് മച്ചനാ സരീഫ ഇത് നിർത്ത് നിർത്താതെ ഫൈസി அண்ணே அண்ணே சொல்லுங்க இந்த பையன் தமிழ் மாஸ்டர் ரிங் மாஸ்டர் அதே போல தமிழ் மாஸ்டர் படம் ரொம்ப பாக்குறேன் அந்த லாஸ்ட் பாக்குறது மூவி எங்க இது லாஸ்ட் பார்த்த சினிமா எது டியூட் அந்த லவ் ஸ்டோரி பார்த்தது சூப்பர் மூவி தான் தமிழ் பாடம் பாக்குறேன் தமிழ் ரசிக இந்த பொண்டாட்டி என்ன நேரத்தை நீங்க சொல்லுங்க எங்களை பொண்டாட்டி வந்து சொல்லது என்னதான் செல்லோ என்ன பொண்டாட்டி சொன்னது வரும்போ இந்த இடத்துல வரணும்னு சொன்னேன் ஆனா எனக்கு டைம் கிடைச்சில கிடைக்கல இப்பதான் வந்து இப்ப வந்த உடனே சொன்னேன் இங்க ஒரு மாசம் இங்க தங்கனது ഇവരൊക്കെ ഞാൻ സത്യം കൊറേ പ്രാവശ്യം ഞാൻ സത്യം പറഞ്ഞ കൊറേ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഇത്ര ഇവരത്ര അറിയില്ല അല്ല എനിക്ക് ഇത്ര പേസൊക്കെ അറിയില്ല മാൻ അപ്പൊ ഇത്രയും എനിക്കറിയില്ല എനിക്ക് നല്ല നോളജ് ഉണ്ട് തമിഴിൽ നല്ല നോളജ് ഉണ്ട് എങ്ങനെ എന്തോ ഏതോ ഇതേപോലെ തണുപ്പേനും പണ്ട് ഇത് ഊട്ടി തണുപ്പ് പൊതുവെ ഇങ്ങനെയാണ് നാളെ രാവിലെ നീക്കുമ്പോ തണുപ്പില്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്ത് തണുപ്പ് നേരത്തെ നീക്കണേ നേരത്തെ ഇവിടെ വരുമ്പോ ഞാൻ ഷിയാസിനെ ഓർക്കുന്നു ഞാനും ആ ബിഗ് ബോസ് അല്ല ഇത് ഞങ്ങളെ മെഡിക്കൽ സ്റ്റോറത്തെ ബിഗ് ബോസ് താരം ഞങ്ങൾ ഇവിടെ നിന്നിട്ടാണ് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത സ്ഥലം ബ്യൂട്ടിഫുൾ എങ്ങനെയുണ്ട് அந்த அழகான இடத்தை எங்க ഒരു ലോങ് സൈറ്റിൽ ഒരു വ്യൂ ഇരിക്കണല്ലേ നമ്മളെ സൈക്കത്തിനെ കൊണ്ടുവരേണ്ടത് അതെ இந்த இடത്തിൽ നമ്മളെ ബോസിനെ കൊണ്ടുവരണം നെക്സ്റ്റ് വരവിൽ കൊണ്ടുവരണം ഒന്നുകൂടെ ഒരുമിച്ച് കറക്റ്റ് സ്പോട്ടിലാണ് വരും നായ ഫാഷൻ ഷോയില നടക്കുന്നത് താഴ്വാരയിൽ ഒരു പാട്ടും കൂടെ 2 3 ഉണ്ട് വേറെ ഒരു തോറിഷ്ടം കാതിൽ ചൊല്ലുവാൻ എങ്ങനെ തണുപ്പിട തമാശ കളിക്കില്ല കളിക്കല്ല വാസ ഗൈസ് നമ്മളെ ഊട്ടി വന്നിട്ട് ചായ കുടിക്കാൻ നിർത്തിയിരിക്കുന്നു ജൂട്ടി ചോക്ലേറ്റ് വർക്ക് ചെയ്തോടെ ഇത് രാത്രി 10 മണി എല്ലാരും ഊട്ടിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് റൂം കിട്ടിയാൽ റൂം ചോദിച്ചെടുക്കണം ഇതൊരു വൈബുണ്ട് പക്ഷെ ഇതോട് കൂടിയിട്ട് ഈ വ്ളോഗ് അവസാനിക്കുന്നതായിരിക്കും പുതിയൊരു വീഡിയോയുമായി പുതിയ റൂമിൽ കാണാം അതുവരേക്കും ബൈ.
സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നമുക്ക് വണ്ടി